ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഒരു ശുഭദിനം നേരുകയാണ്. അപ്പോൾ ഇന്നലെ വേൾഡ് കപ്പിൽ ജർമ്മനി, ഇന്ന് പുലർച്ചെ ജർമ്മനി 7-1 കുറോസോവ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തെ തോൽപ്പിച്ചിരിക്കുകയാണ്. ജർമ്മനിയുടെ 6 കളിക്കാർ ഗോൾ നേടി, കുറോസോവയുടെ ഒരാളും. എങ്കിലും 7-1 എന്നുള്ള സ്കോറൊന്നല്ലായിരുന്നു. കുറോസോവ അതിവീരോചിതമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നല്ല കളിയായിരുന്നു. ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആകെ 1.5 ലക്ഷം പോപ്പുലേഷൻ മാത്രമുള്ള കുറോസോവ, അതിൽ പകുതി ആളുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടന്നത് എന്ന് മനസ്സിലാക്കുക. ആ രാജ്യത്തിൻ്റെ പകുതി ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ ഈ മത്സരം നടന്നത്. അവർ വീരോചിതമായിട്ട് തന്നെ പോരാടി. ആകെ 1.5 ലക്ഷം ജനസംഖ്യയിൽ നിന്ന് അവർ മികച്ച 23 അംഗ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തു. അതിൽ 11 പേരെ കളത്തിലിറക്കി. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട വേൾഡ് കപ്പിന് ഒരു യോഗ്യത നേടിയ രീതികളൊക്കെയാണ്. എന്നാണ് നമുക്ക് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വേൾഡ് കപ്പ് കളിക്കാനൊരു അവസരം, ആ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യാൻ എന്നാണ് കഴിയുക. കാത്തിരിക്കാം നമുക്ക്. കുറോസോവ നമുക്ക് ഒരു മാതൃകയാണ്. ആ കുറോസോവ എന്ന കുഞ്ഞു രാജ്യത്തെ മാതൃകയാക്കി നമുക്ക് മുന്നേറാം. നമ്മുടെ ഫുട്ബോൾ സങ്കല്പങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അതിനായി പരിശ്രമിക്കാം. നമ്മുടെ സംസ്ഥാനവും രാജ്യവും എല്ലാം പുതിയൊരു ഫുട്ബോൾ സംസ്കാരത്തിന് തുടക്കമിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുറോസോവയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ.